നമുക്കിന്നൊരു സോയാബീൻ ഫ്രൈ തയ്യാറാക്കിയാലോ. ഇതിനായി 250 ml കപ്പിൻ്റെ 1 കപ്പ് സോയാ ബോളാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറിയ ബോൾസാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചൂടായതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഇപ്പോൾ നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സോയാ ബോൾ ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴത്തേനും സോയാ ബോളൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടും. ഇത്രയും മതിയാകും. ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് പച്ച കുരുമുളകാണ്. നന്നായി കഴുകിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. പാൻ ചൂടായതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയെല്ലാം നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. മുളക് പൊടിയെല്ലാം നന്നായി ഒന്ന് മൂത്ത് കിട്ടണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പച്ചക്കുരുമുളകിൻ്റെ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടും. നന്നായി ഇളക്കിയെടുക്കണം. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് സോയാ ബോൾ ചേർത്ത് കൊടുക്കാം. നന്നായി പിഴിഞ്ഞെടുത്തിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെള്ളമൊന്നുമില്ലാതെ നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്കിത് കറിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ വെള്ളമെല്ലാം വറ്റിച്ചാണ് എടുക്കുന്നത്. ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോയാബീൻ ഫ്രൈ ആണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത്രയും മതിയാകും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്